ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഇന്ന് ഓണമായതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു അത്തപ്പൂക്കളം റെഡിയാക്കിയിട്ടില്ല, റെഡിയാക്കാൻ പോകുന്നതേ ഉള്ളൂ. ശരിയാ, അവിടെ അത് വരച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഉണ്ട്, അവരൊക്കെ അകത്തുണ്ട്, ഒരുങ്ങുവാണ്. നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത്തപ്പൂടാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പട്ടുപാവാട മേടിച്ചില്ല, കാണിച്ചു തരാവേ. ഓണത്തിന് എടു മുണ്ടുടുത്തില്ല. മുണ്ടവന് ഉടുത്താൽ ചിലപ്പോൾ ഊരിപ്പോവും. എന്താടാ നിന്നെക്കാട്ടിലും വലിയ കണ്ണാടിയൊക്കെ വെച്ച്. ഗേസ് അവർ തന്നെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത്. ഇനി ആരും പറയരുത് പിള്ളേരെ മേക്കപ്പ് ചെയ്ത് കുളവാക്കി വന്നതോ. ലിയാനെ അവിടെ ഉണ്ട്, അവർ തന്നെയാണ് സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്തത്. ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല ഗൈസ്. നോക്കൂ. സോ ഗൈസ്, നമുക്കിനി അത്തപ്പൂ ഇടാനായിട്ട് തുടങ്ങാം. ഞങ്ങൾ ഗൂഗിളിലൊന്നും റെഫറൻസ് നോക്കിയൊന്നുമില്ല ഏത് മോഡലിൽ ഇടണം എന്നൊന്നും. ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു മോഡലിൽ ഞങ്ങളങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ അവൾ ഏതൊക്കെ പൂവാണെന്ന് പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അത്തപ്പൂ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ണാനുള്ള വാഴയില വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തനെ അവിടെ വിളിച്ചപ്പോൾ അവന് ഭയങ്കര ജാടയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വെട്ടാൻ വന്നപ്പം പുറകെ വന്നു. ഫേമയാണ് വെട്ടുന്നത്. ഇത്ര വലിപ്പം മതിയോ ഫേമേ? എത്ര കൂട്ടം കറിയുണ്ട്? എവിടെ? എത്ര ഇല വേണം മേമേ? എത്ര ഇല വേണം? ഇവർ 4 പേര്, ഞങ്ങൾ 4 പേര്, 8, 2, 10, 11 പേര്. ഗൈസ്, ഞങ്ങളെ ഫ്രഷ് വാഴയിലയാണ്. ഞങ്ങൾ ഇവിടുന്ന് തന്നെ പറിക്കുന്ന വാഴയിലയാണ്. കണ്ടോ, ഒരു സംഭവം പോലും ഇല്ലാത്ത വാഴയില, നല്ല ഫ്രഷ് വാഴയില. ഞങ്ങളുടെ അത്തപ്പൂ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണാവോ? ചേച്ചി അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. കാണാവോ? കാണത്തില്ലായിരിക്കും. ഞാൻ അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണാടി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിൽ കാരണം. ഭയങ്കര വെയിലാണ്, തലവേദന ഇടും എനിക്ക്. ഗൈസ്, അപ്പം പിന്നെ നമ്മൾ സദ്യയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അടുക്കളയിലോട്ട് പോയില്ല, എന്തായെന്ന് അറിയത്തില്ല. പായസം വെച്ചോണ്ടിരിക്കാൻ തോന്നുന്നു, കാരണം മണം വരുന്നുണ്ട് ഗൈസ്, നല്ല മണം വരുന്നുണ്ട്. സേമിയ പായസമാണ്. ഞങ്ങൾ പിന്നെ അടുക്കളയിലോട്ട് പോയില്ല. അടുക്കളയിലോട്ട് പോയാൽ ഞങ്ങൾ എന്തെങ്കിലും പണിയിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അത്തപ്പൂ കാണിച്ചു തരാം. ഇനി നമ്മൾ എന്തായാലും അത്തപ്പൂ ഒക്കെ ഇട്ടല്ലേ, പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്കിനി ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. കുറച്ച് ഡാൻസ് ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. നമ്മളൊറ്റയ്ക്ക് ചേച്ചിയുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ അത്തപ്പൂവിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ ഗൈസ്? പിന്നെ പൈങ്കിളി ലിയാനൊക്കെ അവിടെ ഉണ്ട്. തലേ വെക്കാനായിട്ട് പൂ പറിക്കാൻ പോയതാണ് അവർ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല അത്തപ്പൂ. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവം ഇത്രയും മനോഹരമായിട്ട് ഞങ്ങളുടെ കഴിവ് ഗൈസ്. നമ്മൾ ആദ്യം വേറൊരു ഡിസൈനായിരുന്നു കേട്ടോ ഇട്ടത്, പക്ഷെ അത് എന്നിട്ട് കൊള്ളാവായി. ബാക്കി പൂ മിച്ചമുണ്ടോ? അത് നേരത്തെ ഇട്ടത്, അതല്ല വേറെ മിച്ചമൊന്നും ഇല്ല. തീർന്നോ? ഞാനൊന്ന് ഇടയ്ക്ക് വീട്ടിൽ പോയായിരുന്നു ഗൈസ്, അതാണ് കേട്ടോ. പിന്നെന്താണ്, അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. ബൈ ബൈ ഗൈസ്. നമ്മളങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വട്ടത്തിൽ എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. പിള്ളേർ മാത്രമേ ആദ്യം ഇരുന്നുള്ളൂ. പിള്ളേർക്കെല്ലാം വിളമ്പി തന്നതിന് ശേഷം അവർ കഴിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഇത്രയും 8 കൂട്ടം കറിയെങ്ങാണ്ട് ഉണ്ടാകും കേട്ടോ. 1, 2, 3, 4, 5, 6, 7. മോരൊക്കെ ഉണ്ട്, ഞാൻ മോരൊന്നും എടുത്തില്ല. പിന്നെ പായസം ഉണ്ട്, ഇവരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് കഴിച്ചിട്ട് വന്നിട്ട് കാണാം. നമ്മൾ സദ്യ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലിയാനയുടെ ഭയങ്കര ഭാഗം ഒരു പാട്ടാണ് കേട്ടോ. കൊടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുൻപേ ഉണ്ണി പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരുമ്പോ ഉണ്ണി പന്ത് കളിക്കണ്ടേ, ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കൊടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ.
അപ്പോൾ ഗായ്സ് നമ്മുടെ പൈങ്കിളിയുടെ ലിയാനയുടെ നല്ല മനോഹരമായ ഗാനം നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഇവരെ കൊണ്ടൊരു ഗെയിം കളിപ്പിക്കാം. ഇവരെങ്ങനെ ഓണത്തിന് ഇങ്ങനെ മത്സരങ്ങളോ അതും ഒന്നും നടന്നിട്ടില്ല. ലഡു ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവരെ കൊണ്ട് മിഠായി പെറുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇവർ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണെന്നൊക്കെ. നമുക്ക് ഇതാണ്ട ചെറുപയറല്ലല്ലോ, വൻപയറാണ് കേട്ടോ മിഠായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. കള്ളക്കളി കാണിക്കല്ലേ. ആ ലിയാൻ അങ്ങനല്ല, ഞാൻ പറഞ്ഞു തന്ന പോലെ എടുക്ക്. പൈങ്കിളി എടുക്കുന്ന പോലെ എടുക്ക്. ആ പെട്ടെന്ന് ആര് ജയിക്കും? എടുക്ക് പെട്ടെന്ന് എടുക്ക്. ഏറ്റവും കൂടുതൽ ആരെടുക്കുന്നോ അവർ ജയിക്കും. ഒരെണ്ണം വെച്ചെടുക്കണേ. ഇപ്പൊ 10 പേര് ഇടുന്നതിന് മുമ്പ് തീരുവേ. 1 2 3 4 5 6 7 8 9 10. മിഠായി പെറുക്കലൊക്കെ കണ്ടില്ലയോ? അങ്ങനെ നമ്മുടെ മിഠായി പെറുക്കലിനകത്ത് പൈങ്കിളിയാണ് വിജയിച്ചത്. പൈങ്കിളി താണ്ട വരുന്നുണ്ട്. പൈങ്കിളിക്ക് 32 മാർക്കും ലിയാനയ്ക്ക് 30 മാർക്കും. പിന്നെ ഇടുവിൻ്റെ പിന്നെ കൂട്ടണ്ട, അവൻ കളത്തലൊക്കെ കാണിച്ചു ഗൈസ്. അപ്പം വിജയായ പൈങ്കിളിക്ക് നമ്മൾ അഭിനന്ദിക്കുന്നു. കൺഗ്രാജുലേഷൻ പൈങ്കിളി. താങ്ക് യു. ഓക്കെ, അവർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇനി ഫോട്ടോ എടുക്കണം. അതോ ലെനിയാൻറ്റിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ലെനിയാൻറ്റിയോട് അത്തപ്പം എങ്ങനെയുണ്ടോ ചോദിക്കട്ടെ. അവരൊന്നും കണ്ടില്ല. ലെനിയാൻറ്റി അത്തപ്പം എങ്ങനെയുണ്ട്? സൂപ്പർ. അവനോടൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസിന് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഓണത്തിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ അവസാനം ഫോട്ടോ വെക്കാം കേട്ടോ. ഡൂഡോ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡൂഡോനെ എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണത്തിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം ഞങ്ങൾ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.